സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് തിരിച്ച് നിങ്ങളോട് അതേ രീതിയിൽ തന്നെ ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ടോ? ചില സാഹചര്യത്തിൽ അങ്ങനെ തോന്നും. നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന അതേ രീതിയിൽ തന്നെ ഉണ്ടോ, അതോ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എന്നിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ആ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്കതുമായി മുന്നോട്ട് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ചില ആളുകൾ അവരുടെ പല കാര്യസാധ്യത്തിനും വേണ്ടിയിട്ടും അതല്ലെങ്കിൽ തുടക്കത്തിൽ ഒരുപാട് സ്നേഹം കാണിച്ചിട്ട് പിന്നെ പതുക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ തുടക്കത്തിൽ നിങ്ങളോട് എങ്ങനെ പെരുമാറിയിരുന്നോ പിന്നീട് അതിൽ നിന്ന് മാറ്റം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കോളുകൾക്ക്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒന്നും കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്ത അവസ്ഥ, ഒരു പ്രാവശ്യമല്ല എപ്പോഴും ശ്രദ്ധ കൊടുക്കാത്ത അവസ്ഥ, ഒരുപാട് സമയം കഴിഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അകന്നു പോകുന്ന വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിലും നമുക്കതിന് കഴിയും. കാരണം ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും മാനസികമായിട്ട്. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്ത, ആ വ്യക്തിയെക്കുറിച്ച് ചിന്ത, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എന്നെ ചതിച്ചല്ലോ, വഞ്ചിച്ചല്ലോ, അതല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുകയാണോ എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾ തിരിച്ചു വന്നാൽ തന്നെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിനൊരു സുഖത്തോട് കൂടിയിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലായാലും മറ്റെന്ത് കാര്യത്തിലും ആ വിഷയത്തെക്കുറിച്ച് ബാധിക്കും. നിങ്ങളുടെ ലൈഫ് തന്നെ ബാധിക്കും. ചില ആളുകൾക്ക് ഡിപ്രഷനും മറ്റ് അസുഖങ്ങൾ പോലും വരും, എപ്പോഴും ചിന്തകൾ കാരണം. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയത്തെ മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് സന്തോഷമായിട്ട് നീങ്ങാൻ പറ്റും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.